കുട്ടികളോട് ഹരിക്കാൻ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും? എനിക്കറിയാം മിസ്സേ, ഏത് തന്നു കഴിഞ്ഞാലും ഞാൻ സോൾവ് ചെയ്യും. അതിപ്പോൾ പോയിന്റ് ഉള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ ഞാൻ ചെയ്യുമെന്ന് പറയാൻ പറ്റുന്ന എത്ര കുട്ടികൾ എൻ്റെ മുന്നിലുണ്ട്? എനിക്ക് ഉറപ്പുണ്ട് ഒരു 50% ഓഫ് കുട്ടികൾക്കും ഇപ്പോഴും ഹരണം എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം തന്നെയാണ്. പക്ഷേ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ എത്തുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ 7 കൊല്ലമായി ഇപ്പം പഠിക്കുന്നത്, ഈ 7 കൊല്ലം കൊണ്ട് ഹരണം പോലും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് കുറച്ചൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടുകാരോടായിക്കോട്ടെ നിങ്ങളുടെ ടീച്ചറോടായിക്കോട്ടെ നിങ്ങൾക്ക് പറയാൻ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് മിസ്സേ ഹരണം അറിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഗുണനം പോലും അറിയാത്ത, മൾട്ടിപ്ലിക്കേഷൻ പോലും അറിയാത്ത കുട്ടികളുണ്ട്. അത് സത്യമാണ്. പക്ഷെ അത് പറയാൻ, പുറത്ത് പറയാൻ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയും ഒരു കുറവും ഒരു നാണക്കേടായിട്ടാണ് കുട്ടികൾ വിചാരിക്കുന്നത്. പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 7ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 8ാം ക്ലാസ് എന്ന് പറയുന്ന പുതിയ ലോകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഞാൻ ഈ ഒരു ആനുവൽ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ പറയുന്നുണ്ടായിരുന്നു, മക്കളെ 7ാം ക്ലാസ്സിൽ കണ്ട മാത്സ് അല്ല 8ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, കണ്ടന്റ് കൂടുന്നുണ്ട്, എക്സാം ലെവൽ കൂടുന്നുണ്ട്, നിങ്ങളുടെ എക്സാം പാറ്റേൺ മാറുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടാൻ പോകുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഹരണം അറിയില്ല, നിങ്ങൾക്ക് ഗുണനം അറിയില്ല, നിങ്ങൾക്ക് ഫ്രാക്ഷന് കൂട്ടാൻ അറിയില്ല, ഫ്രാക്ഷൻ കുറയ്ക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നാണക്കേട് തന്നെയാണ്, കുറച്ച് പ്രശ്നം തന്നെയാണ്. കുറച്ച് പ്രശ്നമല്ല, കുറച്ച് വലിയ പ്രശ്നം തന്നെയാണ്. അവിടെ നിങ്ങൾ സ്റ്റെക്കാവും. അങ്ങനത്തെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു പോയിന്റിലാണ് നിങ്ങൾ സ്റ്റെക്കാകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരിക്കലും ബാക്കിയുള്ള ഒരു പുതിയ കണ്ടന്റ് പഠിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആർക്കും അവിടുന്ന് ഈ ഹരണവും ഗുണനവും ഫ്രാക്ഷന് കൂട്ടലും കുറയ്ക്കലും ഒന്നും പഠിപ്പിച്ചു തരാൻ എന്തായാലും ബാക്കിയുള്ളവർക്കും ടീച്ചേഴ്സിനും നേരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് ഈ വെക്കേഷൻ എന്തായാലും കിട്ടി. 1 മാസം ഇപ്പോൾ കഴിയാൻ പോകുന്നു, എന്നാലും 1 മാസം കൂടി ബാക്കിയുണ്ട്. ഈ 1 മാസം എന്ത് വില കൊടുത്തും നമ്മൾ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. നമുക്ക് ബേസിക് എവിടെയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, 7 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ നഷ്ടപ്പെട്ടത് അത് പഠിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധം തന്നെയാണ്. അതായത് ഞാൻ ഹരണത്തിൻ്റെ കേസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 208/2 ഇത് ചെയ്തൊക്കെ കുട്ടികൾക്ക് എപ്പോഴും തെറ്റുന്ന കേസാണ്. അതായത് ഇപ്പോൾ 2ൽ ഒരു 2 ഉണ്ട്, 0. ഇനി ആദ്യത്തെ നമ്പർ 0 ഇറക്കി എഴുതിയേ, അതിലൊറ്റ 2ഉം ഇല്ല. അപ്പം നിങ്ങൾ 8 ഇറക്കി എഴുതും, 8ൽ 4 2 14 കുട്ടികൾക്ക്, പല കുട്ടികൾക്കും ആൻസർ കിട്ടാം. പക്ഷേ ഇതിങ്ങനെയാണോ? ഇതിങ്ങനെയല്ല. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 0 ഇറക്കി എഴുതി, അല്ലേ? ഈ ഒരു 0 നമ്മൾ ഇറക്കി എഴുതി, വേറെ കളറിൽ തന്നെ കൊടുക്കാം. 0 ഞാൻ ഇറക്കി എഴുതി. ആ 0 ഇറക്കി എഴുതിയതിൽ എത്ര 2 ഉണ്ട്? ഒറ്റ 2ഉം ഇല്ല, അല്ലേ? അപ്പോൾ ഇവിടെ 0 എന്ന് ഇടണം. എന്നിട്ടാണ് അടുത്ത നമ്പർ ഇറക്കി എഴുതേണ്ടത്. അതായത് 8 ഇറക്കി എഴുതി, 8ൽ 4. അപ്പോൾ എത്ര ഉണ്ടാവും? 4 × 2 8 0. അതായത് 104 ആൻസർ. ഈ ഭാഗമൊക്കെ പല കുട്ടികൾക്കും തെറ്റുന്നതാണ്. വളരെ ചെറിയ കണക്കാണ്, എന്നാലും ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇതുപോലെ തന്നെ ഫ്രാക്ഷൻ്റെ കേസ് ഒരുപാടുണ്ട്. ഫ്രാക്ഷൻ്റെ കേസിൽ ചിലപ്പോൾ 2 1/4 + 3 1/2 എന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതെങ്ങനെയാണ് കൂട്ടുക? 2ഉം 3ഉം കൂട്ടി എത്രയാപ്പോൾ കിട്ടുക? 2ഉം 3ഉം എന്ന് പറയുന്നത് 5ആണ്. 4ഉം ഹരയും കൂട്ടി അങ്ങനെയാണോ ചെയ്യേണ്ടത് മിസ്സേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതൊന്നും ഇങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മളുടെ മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മളുടെ സ്വന്തം ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ടൊക്കെ വേണം ചെയ്യാൻ. കുട്ടികൾ അറിയുന്ന കുട്ടികളുണ്ടാവും, ഉറപ്പാണ്. അറിയാത്ത കുട്ടികളോടാണ് മിസ്സിന് പറയാനുള്ളത്. മിസ്സിന് ഇത്രയേ പറയാനുള്ളൂടാ. ഇത്ര വരെ നിങ്ങൾ ഈ ഒരു 7 കൊല്ലം മക്കൾ എന്തോ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലേ എന്നൊന്നും മിസ്സ് ചോദിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, പോട്ടെ. നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ചിട്ട് കുറേ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ എന്തോ ആണ്, ഞാൻ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെഞ്ഞ് തടുക്കുക എന്നിട്ടൊരു കാര്യവുമില്ല. എന്താണോ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യലാണ് നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഇവിടെ എജ്യൂപോർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കുള്ള കോഴ്സാണ് ആ ഒരു ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ പേര് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും മാത്സിൻ്റെ എന്തോ വലിയ ലെവൽ സാധന പഠിപ്പിക്കുന്നതെന്ന്. അല്ല കേട്ടോ. ഞങ്ങൾ ഈ മാത്സ് ഫൗണ്ടേഷൻ കോഴ്സിൽ എന്ന് പറയുന്നത് കൂട്ടാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂട്ടൽ മുതൽ നിങ്ങൾക്ക് ഓൾജിബ്ര പഠിച്ചില്ലേ 7ാം ക്ലാസ്സിൽ അവസാനം, അതുവരെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇത്രയും 7 കൊല്ലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മാത്സ് ഫുള്ളായിട്ട് ഞങ്ങൾ അങ്ങ് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അതുമല്ല, അത് കഴിഞ്ഞ് ഓരോ അഡീഷൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 3 വർക്ക്ഷീറ്റ് ചെയ്യും, 3 ലെവലിലുള്ള വർക്ക്ഷീറ്റ് ചെയ്യും. അങ്ങനെ ഓരോ വർക്ക്ഷീറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൂടുതലൊന്നും വേണ്ട, ഒരൊറ്റ മാസം 1 ദിവസം 1 മണിക്കൂറിൽ താഴെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഞങ്ങൾ വളരെ ബേസിക് മുതൽ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചു തരുമ്പോഴാണ് ഈ ഒരു ബാച്ചിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു തരുന്ന ഒരു ബാച്ചാണ് ഫൗണ്ടേഷൻ കോഴ്സ്. ലൈവുകളും ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസും ഒക്കെ ഉണ്ടാവും.
ഈ ഒരു ബാച്ചിന് ഫീ വരുന്നത് 999 രൂപയാണ്. ഈ 999 രൂപയുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് എഡ്യൂബോട്ടിലെ കുട്ടികൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട്, ഞങ്ങളടുത്തൊരു കുട്ടി എത്തുകയാണെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് ബേസ് പണ്ടെന്തോ അവർ ചെയ്തു പോയ തെറ്റാലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് ഇവിടെ പഠിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞങ്ങൾ എന്തായാലും അത് സമ്മതിക്കില്ല. ഞങ്ങൾ എന്തായാലും എല്ലാ കുട്ടികളെയും ഒരേ ലെവലിൽ ആക്കിയിട്ട് എല്ലാ കുട്ടികളെയും ഫുൾ മാർക്കിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ഇവന് ഫുൾ മാർക്ക് കിട്ടട്ടെ, ഇവൻ ആവറേജ് കിട്ടട്ടെ, ഇവൻ ഇത് കിട്ടട്ടെ, ഇവൻ അത് കിട്ടട്ടെ എന്നല്ല. എല്ലാ കുട്ടികൾക്കും ഒരേ മാർക്ക്, എല്ലാ കുട്ടികൾക്കും A+ എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്ന് പറയുന്നത്. സോ ഞങ്ങൾ ഈ ഒരു ബാച്ച് ഞങ്ങളുടെ സൂപ്പർ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ നൽകാൻ പോവുകയാണ്. ആ ഒരു സൂപ്പർ ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ 8ാം ക്ലാസ്സും നിങ്ങളുടെ ബേസിക്കും അവിടെ സെറ്റായിരിക്കും. അത് മിസ്സിൻ്റെ ഉറപ്പാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബേസിക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ നമ്മളുടെ ഫീ ഇപ്പം വരുന്നത് 3799 രൂപയാണ്. ഈ ഒരു 3799 നിങ്ങൾ കൊടുത്ത് ഇവിടെ വന്നേ പറ്റുള്ളൂ, നിർബന്ധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഇതിലും താഴേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ആൻഡ് ഇതിലും താഴേക്ക് നിങ്ങൾക്ക് ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ആൻഡ് റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. ഇത് പിന്നേക്ക് മാറ്റി വെക്കാൻ നേരമില്ല. 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കണ്ടന്റ് ഒക്കെ എവിടെയോ എത്തിയിട്ടുണ്ടാവും. അവിടെ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു ബേസിക് പോയിട്ടുണ്ടെന്ന് വിചാരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഒന്നും അപ്പം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ മക്കളുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു റൈറ്റ് ടൈമിൽ എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങുക. ഈ റൈറ്റ് ടൈമിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അടിപൊളിയായിട്ട് 8ാം ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഇങ്ങ് പോര്, ബാക്കിയൊക്കെ മിസ്സായിട്ട്. സോ ഈ ഒരു സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് കുഞ്ഞു ആഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഞങ്ങളുടെ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുക. ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞുതരും എന്താണ് ഈ കോഴ്സ്, എങ്ങനെയാണ് പോകുന്നത്, എന്താണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്ക് ഓക്കെ ആണ്, സെറ്റാണ്, ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങ് പോന്നാൽ മതി. പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ടുണ്ട്. സോ ഫൗണ്ടേഷൻ കോഴ്സിൽ വെച്ച് കാണാം, നമ്മളുടെ സൂപ്പർ ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.